നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ടയറിൽ തലകുടുങ്ങി അപകടാവസ്ഥയിലായ പശുവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. AKTA നാട്ടിക ഏരിയ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ഗുരുപൂജ, ഉഷപൂജ, അഭിഷേകം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് സമാജം മേൽശാന്തി സിജിത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 3 മണി മുതൽ 10ഓളം കേന്ദ്രങ്ങളിൽ നിന്നും വർണ്ണവിസ്മയം തീർത്ത മനോഹരമായ പൂക്കാവടികളുടെയും പീലിക്കാവടികളുടെയും താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള കാവടി വരവ് ഉണ്ടായിരുന്നു. ഒരേ സമയം കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന നാദസ്വരം, ശിങ്കാരിമേളം, ബാൻഡ് വാദ്യം എന്നിവയോടെ കണ്ണഞ്ചിപ്പിക്കുന്ന തെയ്യമടക്കമുള്ള നൃത്തനൃത്യങ്ങളും തിമിർത്താടി. രാവിലെ 8ഓടെ വിവിധ കരകളിൽ നിന്നും കാവടി വരവ് ആരംഭിച്ചു. യുവശക്തി താനാപാഠം ഒന്നാമതായി ക്ഷേത്ര മൈതാനത്ത് പ്രവേശിച്ചു. പിന്നീട് സമയക്രമം പാലിച്ച് കണ്ടശങ്കടവ് യുവജനവേദി, കാഞ്ഞാണി വടക്കുകര, മാമ്പുള്ളിക്കര, കണ്ടശങ്കടവ് ശ്രീനാരായണ ഭക്തസംഘം, മണലൂർ കിഴക്കുകര, മണലൂർ പടിഞ്ഞാറുകര, പാലാഴിക്കര, കാരമുക്ക് തെക്കുകര, കാരമുക്ക് വടക്കുകര എന്നീ ടീമുകളും പ്രവേശിച്ചു. വൈകിട്ട് 6:25 വരെ കാവടികൾ അക്ഷരാർത്ഥത്തിൽ തന്നെ വർണ്ണവിസ്മയം തീർത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. തൃപ്രയാർ മേൽത്തൃക്കോവിൽ ക്ഷേത്ര ഹാളിൽ നടന്ന സമ്മേളനം AKTA സംസ്ഥാന കമ്മിറ്റി അംഗം അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ ഏങ്ങൂർ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ലിജി നിധിൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘടനയുടെ സജീവ പ്രവർത്തകൻ അബ്ദുള്ള കുട്ടിയെയും
നാട്ടിക പഞ്ചായത്തിലെ നല്ല സുഗന്ധവ്യഞ്ജന കർഷകനായി തിരഞ്ഞെടുത്ത ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ ഏങ്ങൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം VS കൃഷ്ണൻ, ട്രഷറർ PM രജനി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി സുനിൽകുമാർ ഏങ്ങൂരിനെയും സെക്രട്ടറിയായി ഷിജി ശാസ്ത്രിയെയും ട്രഷററായി PM രജനിയെയും തിരഞ്ഞെടുത്തു. വലപ്പാട് ഉപജില്ലാ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. സമഗ്രശിക്ഷ കേരള ജില്ലാ അക്കൗണ്ടന്റ് ഓഫീസർ ജസ്റ്റിൻ തോമസ് V ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് AEO KV അമ്പിളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ തൃശൂർ ജില്ലയുടെ പ്രോഗ്രാം കൺവീനർ ബിനോയ് T മോഹനെ ഉപഹാരം നൽകി ആദരിച്ചു. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ ഷാജി ജോർജ്, ജോയിന്റ് കൺവീനർ CK ബിജോയ്, വികസന സമിതി കൺവീനർ KR രാകേഷ്, തളിക്കുളം BPC TV ചിത്രകുമാർ, റീന തോമസ്, വിരമിക്കുന്ന അധ്യാപകരായ വീണ AV, ലിബി PM, റീന ബേബി, സൽമ KA, മിനി MC എന്നിവർ സംസാരിച്ചു. നമ്മുടെ പ്രായം പെട്ടെന്ന് എല്ലാവർക്കും അറിയില്ല. നമുക്കൊരു റിട്ടയർമെന്റ് ഡേറ്റ് ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ ആയി. എന്നാലും പണ്ടേ കാലത്ത് ഞാൻ സർവീസിലേക്ക് ഇരിക്കുന്ന കാലത്തുള്ള റിട്ടയർമെന്റുകാരുടെ ഒരു മുഖം ശരീരം പക്ഷമല്ല ഉള്ളവരുടെ എല്ലാവരും ഞാനടക്കം ഞാനൊക്കെ സർവീസിൽ ചേർന്ന കാലത്ത് റിട്ടയർ ചെയ്യുന്നവരൊക്കെ നോക്കുമ്പോൾ ശരിക്കും റിട്ടയർ ചെയ്യാൻ മുടി കൽപ്പിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ഞാനടക്കം അതൊക്കെ റിട്ടയർ ചെയ്യുന്ന ആ ഒരു പ്രായത്തിൽ ഒരു മാതിരി ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. അതൊരു ഫേസ് ശരീരമൊക്കെ അങ്ങനെയുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല ഒരു എന്നോട് ചെമ്മാപ്പള്ളി വടക്കുമുറി ഓൾഡ് പോസ്റ്റ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉത്സവരാവ് 2025 പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉത്സവരാവ് ഉദ്ഘാടനം ചെയ്തു. ശിവരാമൻ അധ്യക്ഷനായി. സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് മുഖ്യ അതിഥിയായിരുന്നു. നിങ്ങൾ ഈ ഉത്സവം പോലെ തന്നെ പരീക്ഷയും ഉത്സവമായിട്ട് കാണണം. നിങ്ങൾ നൃത്തത്തിന് എങ്ങനെയാണ് തയ്യാറെടുപ്പ് എടുത്ത് ഏറ്റവും മനോഹരമായി ഇവിടെ കളിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിനെയും പരീക്ഷയും ഉത്സവം പോലെ കാണണം. എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒരുപാട് സംസാരിക്കുന്നില്ല. ശ്രീജേഷ് മാഷൻ്റെ പ്രിയ സുഹൃത്താണ്. ഒരുപാട് കാലങ്ങളായിട്ട് എനിക്ക് പരിചയം. കേരളത്തിൻ്റെ കേരളത്തിലല്ല എൻ്റെ തൊട്ട് ജൂനിയറായിട്ട്. ചടങ്ങിൽ പ്രദേശത്തെ വിവിധ തലങ്ങളിലെ പ്രതിഭകളായ ശ്രീജീഷ് K പൊയ്യാറ, അഭിനന്ദ് AD എന്നിവരെ അനുമോദിച്ചു. വാർഡ് മെമ്പർമാരായ VK ഗുണസിംഗ്, സനിത സജൻ എന്നിവർ പ്രസംഗിച്ചു. ബിനോയ് മേനോത്തുപറമ്പിൽ സ്വാഗതവും പ്രമോദ് കണിമംഗലത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് മ്യൂസിക് ഫ്യൂഷൻ നടക്കും. വാടാനപ്പള്ളി ബീച്ച് കുറുക്കമ്പരിയ പ്രാപ്പൻ ശ്രീ ഭദ്രകാളി ക്ഷേത്ര മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹവനം, നവകം, പഞ്ചഗവ്യം, ശീവേലി, പ്രസാദോട്ട്, തുടർന്ന് ദേവീക്കളവും നടത്തി. ചടങ്ങുകൾക്ക് തന്ത്രി NV ബൈജുരാജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് ആനയോടുകൂടിയ എഴുന്നള്ളിപ്പ്, ദീപാരാധനയ്ക്ക് ശേഷം താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, വർണ്ണമഴ, ദേവിക്ക് രൂപക്കളം, ഗുരുതി, സമാപനം എന്നിവയും ഉണ്ടായിരുന്നു.
ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിൽ അതിപുരാതനമായ ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ വെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 21, 22, 23 തീയതികളിൽ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പെരിങ്ങോട്ടുകര പനോലി തറവാട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും തോറ്റമ്പാട്ട് മഹോത്സവവും ആഘോഷിച്ചു. രാവിലെ നടതുറക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, നവകം, കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് വിഷ്ണുമായ സ്വാമിക്ക് കളം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. ശേഷം മാതങ്കി ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. തുടർന്ന് ശ്രീമുരുക ടീമിൻ്റെ ചിന്തുപാട്ട് നടന്നു. ശേഷം ദേവിക്ക് കളം, എഴുന്നള്ളിപ്പ്, തുടർന്ന് തോറ്റമ്പാട്ട് എന്നിവ നടന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സോമൻ, സെക്രട്ടറി ബാലൻ എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം അബ്ദുൽ കരീം ഹാജിയുടെ 27ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ അബൂബക്കർ സഅയ്ദി കക്കടിപ്പുറം കൊടി ഉയർത്തി. തുടർന്ന് സിയാറത്ത്, മൗലിദ് പാരായണം എന്നിവ നടന്നു. സി മുഹമ്മദ് ഫൈസി, സിദ്ദിഖ് ഹസനി, അലി മുസ്ലിയാർ വെട്ടത്തൂർ, മുഹമ്മദ് മുസ്ലിയാർ അമ്പലപ്പാറ, PA അബൂബക്കർ ഹാജി, റിയാസ് അഹ്സനി കൂളിമുട്ടം, മജിദ് ഹാജി ചാമക്കാല, അസ്ലം മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു. രാത്രി 7 നടക്കുന്ന ബുർദ മജ്ലിസിന് PMS തങ്ങൾ, ബ്രാലം, ഹാഫിള് സ്വാദിഖ് അലി ഫാളിലി എന്നിവർ നേതൃത്വം നൽകും. 19 വൈകിട്ട് 5 ദിക്കർ ഹൽഗ, 7 മജ്ലിസുൽ കരീമിയ എന്നിവ നടക്കും. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി നേതൃത്വം നൽകും. കൂറ്റമ്പാറ അബ്ദുൾ റഹിമാൻ ദാരിമി പ്രഭാഷണം നടത്തും. 20 വൈകിട്ട് 7 ഗത്തം ദുവ, അന്നദാനം എന്നിവ നടക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സി മുഹമ്മദ് ഫൈസി മുഖ്യ പ്രഭാഷണം നടത്തും. ഷൈഖുന ശംസുദ്ദീൻ മദിനി അൽ ദാരിമി ഏരൂർ സമാപന പ്രാർത്ഥന നിർവഹിക്കും. ടയറിൽ തലകുടുങ്ങി അപകടാവസ്ഥയിലായ പശുവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. തളിക്കുളം സ്കൂളിന് കിഴക്കുവശത്തുള്ള മുള്ളക്കര ഷൈജു ദിവാകരൻ്റെ വീട്ടിലെ പശുവിൻ്റെ തലയാണ് ടയറിനുള്ളിൽ കുടുങ്ങിയത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് അധികൃതർ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് അതിസാഹസികമായാണ് ടയറിൽ നിന്ന് പശുവിൻ്റെ തല പുറത്തെടുത്തത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിഷാദ്, ഫയർമാൻ ഡ്രൈവർ അജോ സി ജോയ്, ഫയർമാൻമാരായ സമീർ, സനോജ് മോഹൻ, ജയേഷ്, നന്ദകുമാർ, കാൻവിൻ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മനസ്സിലായി.
സല്യൂട്ട് ദ സൈലന്റ് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി തൃപ്പയാർ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ആശാ വർക്കർ EP ജയഭാരതിയെ ആദരിച്ചു. സമൂഹ നന്മയ്ക്കായി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും എന്നാൽ അധികം ശ്രദ്ധ ലഭിക്കാത്തവരുമായ ആളുകളെ കണ്ടെത്തി ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെ JCI നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് നാട്ടിക 2ാം വാർഡിൽ മികച്ച സേവനം നിർവഹിക്കുന്ന ആശാ വർക്കറെ ആദരിച്ചത്. തൃപ്പയാർ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റായ ജെസി റിനിയ ലിഖിത് പ്രോഗ്രാം ഡയറക്ടറായിരുന്നു. ചടങ്ങിൽ JCI തൃപ്പയാർ പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ, സെക്രട്ടറി അഭിഷേക് പ്രദീപ്, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, രാജി സൂരജ്, ലിഖിത് VS, ധന്യ ഷൈൻ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് വിന്നറായ അഫ്രിൻ ഫാത്തിമയെ കൊടുങ്ങല്ലൂർ DYSP VK രാജു വീട്ടിലെത്തി ആദരിച്ചു. കരയമുട്ടം വൈപ്പിപ്പാടത്ത് അൻസാർ രഹന ദമ്പതികളുടെ മകൾ അഫ്രിൻ ഫാത്തിമയാണ് തൃശൂർ ജില്ലാ ഭിന്നശേഷി സൗന്ദര്യ മത്സരത്തിൽ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റ് വിന്നറായത്. ഇങ്ങനെയുള്ള കുട്ടികളെ ശ്രദ്ധിക്കുകയും അവരെ പരിപോഷിപ്പിക്കുകയും അവർക്ക് മാനസികമായിട്ടും ഒരു ഉല്ലാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെബിനും അതുപോലെ തന്നെ അപർണയും കൂടി ചേർന്ന് തൃശ്ശൂർ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുകയും അവരുടെ ഒരു പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനും വിജയങ്ങൾ നേടാനും ഒക്കെ പ്രാപ്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ആ സ്ഥാപനത്തിന് നമ്മൾ ഓർക്കാതിരിക്കുന്നത് ഒരു നന്ദികേടായിരിക്കും. ആ സ്ഥാപനത്തിന് ഈ അവസരത്തിൽ പ്രത്യേകം ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ഇനിയും അവിടെ ഇപ്പോൾ 100ഓളം കുട്ടികളുണ്ട്. കൂടുതൽ കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനായിട്ടുള്ള കഴിവും സാഹചര്യവും സർവേശ്വരൻ അവർക്കും കൊടുക്കട്ടെ. അതുപോലെ തന്നെ മോൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ പോലീസിൻ്റെ DYSP VK രാജു പൊന്നാടയണിച്ച് ആദരിച്ചു. വലപ്പാട് SI CN എബിൻ DYSPയോടൊപ്പം ഉണ്ടായിരുന്നു. പൂമ്പാറ്റ ടീം, വൈപ്പിൻ മാഷ്, അപർണ എന്നിവരുടെ നേതൃത്വത്തിലാണ് അഫ്രിൻ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് വേദികളിൽ ഫാഷൻ ഷോ ചെയ്തിട്ടുണ്ട്. CC മൂന്നൻ MLA, ET ടൈസൺ മാസ്റ്റർ MLA, മുൻ MP TN പ്രതാപൻ എന്നിവരും അഫ്രിനെ വീട്ടിലെത്തി ആദരിച്ചിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി. ക്ഷേത്രത്തിൽ ദേവിയുടെ നടതുറപ്പ് ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്ര മേൽശാന്തി TK സുധൻ ശാന്തിയുടെയും രാജു ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു.
ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന പൊങ്കാല സമർപ്പണത്തിൽ മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷേത്രം ചടങ്ങുകൾക്ക് ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി പി.കെ. സുഭാഷ് ചന്ദ്ര മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി A.N. സിദ്ധപ്രസാദ് മാസ്റ്റർ, ട്രഷറർ കെ. ശ്രീരാമൻ, EVN പ്രേംദാസ്, ഷാജി പുളിക്കൽ, ശശിധരൻ മാറാട്ട്, O. മണികണ്ഠൻ, രാമദാസ് ചുക്കൂട്ട്, പീതാംബരൻ ചക്കാമടത്തിൽ, രാമചന്ദ്രൻ വാലിപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് വലപ്പാട് എക്സലിന്റെ നേതൃത്വത്തിൽ ലയൺസ് ഓറിയന്റേഷൻ സെമിനാർ നടത്തി. വലപ്പാട് കോതകുളം ബീച്ച് റോഡിനടുത്തുള്ള മണപ്പുറം അപ്പാർട്ട്മെന്റ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുഗുണൻ കൊട്ടേക്കാട്ട് അധ്യക്ഷനായി. മണപ്പുറം ഗ്രൂപ്പ് ഓഫ് ചെയർമാൻ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ലയൺസ് ക്ലബ്ബ് എക്സൽ എന്ന് പറഞ്ഞാൽ അതിന് ചരിത്രം സൃഷ്ടിക്കാൻ സാധിച്ചു. വലപ്പാട് അപ്പോൾ അത് ഏൽപ്പിച്ചത് ചാപ്റ്റർ പ്രസിഡൻ്റായിട്ട് ശിൽപ്പാനിയാണ്. അതിൻ്റെ കൂടെ വേറൊരു വലപ്പാട് ക്ലബ്ബ് കൂടെ തുടങ്ങിയെങ്കിലും അവർക്ക് അതുപോലെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ക്ലബ്ബ് എങ്ങനെ എന്ത് പേരിടണം എന്ന് ശില്പ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എക്സൽ നിട്ടും ഗവൺമെൻറ് എക്സൽ. അങ്ങനെയാണ് ലയൺസ് ക്ലബ്ബ് വല്ലപ്പാട് എക്സലായത്. അപ്പോൾ ആ പ്രതീക്ഷ അവർ തെറ്റിച്ചില്ല. എക്സൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ തുടങ്ങിയ ആഘോഷം തന്നെ അവരുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പണി തുടങ്ങി പൂർത്തീകരിച്ചു. അങ്ങനെയാണ് ചാപ്റ്റർ പ്രസിഡന്റ് വളരെ സന്തോഷകരമായിട്ട് പുതിയ പ്രസിഡന്റ് ലയൺസ് ഊണിനെ ഏൽപ്പിക്കുന്നത്. സുഷമ നന്ദകുമാർ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് പോൾ വളപ്പില എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ, സാജു ആന്റണി പാത്താടൻ എന്നിവർ ചേർന്ന് ലയൺസ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തി. മറൈൻ ബയോളജിക്കൽ കേരള ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ക്ലബ്ബ് മെമ്പർ ആൻഡ്രൂസിന്റെ മകൾ ഡോക്ടർ സ്നേഹയെ ഉപഹാരം നൽകി ആദരിച്ചു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ KM അഷ്റഫ്, ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ, ക്ലബ് സെക്രട്ടറി സുരേഷ് പട്ടാലി, ക്ലബ് ട്രഷറർ അജിത് കുമാർ വേളയിൽ എന്നിവർ സംസാരിച്ചു. ക്ലബിന്റെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി ക്ലബിന് അധികമായി 10 സെന്റ് സ്ഥലം കൂടി അനുവദിക്കുമെന്ന് മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ VP നന്ദകുമാർ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുഹൈബ്, കൃപേഷ്, ശരത് ലാൽ രക്തസാക്ഷി അനുസ്മരണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേവർമഠം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ മുൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. അശ്വിൻ ആലപ്പുഴ, കിരൺ തോമസ്, സുജിൽ കരിപ്പായി, റാനിഷ് രാമൻ, രചന ബിനീഷ്, പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ്, സജിത്രൻ തയ്യിൽ, സഗീർ പടുവിങ്ങൽ എന്നിവർ സംസാരിച്ചു. അതിനുശേഷം സമൂഹത്തിന് മുമ്പിൽ വെല്ലുവിളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പണം, നമ്മളൊക്കെ നികുതി കൊടുത്തിരിക്കുന്ന പണത്തിൽ നിന്നെടുത്തുകൊണ്ട് വേണ്ടത്ര കേസ് നടത്തിക്കൊണ്ട് ജാമ്യപ്പെടുത്തുകൊണ്ടും അതിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിൽ ഫീസൊക്കെ ഈടാക്കുന്ന
വക്കീലന്മാരെ ഏർപ്പാടാക്കിക്കൊണ്ട് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് CPM ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുതന്നെയാണ് ഈ വർത്തമാനകാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ പോലും ചെയ്യാത്ത രീതിയിൽ ഇപ്പോൾ ഈ കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയം നമുക്ക് കാണാൻ സാധിച്ചു. CPI മണലൂർ സെന്റർ ബ്രാഞ്ച് സമ്മേളനം CPI സംസ്ഥാന കൗൺസിൽ അംഗം VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CV സന്ദീപ് അധ്യക്ഷനായി. KV വിനോദൻ, MR മോഹനൻ, VG രാധാകൃഷ്ണൻ, സീതാ ഗണേഷ്, സാജൻ മുടവങ്ങാട്ടിൽ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറിയായി KD അനിൽകുമാറിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി MP കണ്ണനെയും തെരഞ്ഞെടുത്തു. ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പ്രൊഫസർ നിർമ്മല പരമേശ്വരൻ രചിച്ച നൊസ്റ്റാൾജിയ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നിർമ്മല ടീച്ചറുടെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ JCI മുൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രഗേഷ് ശർമ്മ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. പുസ്തകത്തിന്റെ ആദ്യ കോപ്പി നിർമ്മല ടീച്ചറുടെ സഹോദരൻ ശശി R നായർക്ക് കൈമാറി. ചടങ്ങിൽ കുന്നത്ത് മനോജ്, തൃപ്പയാർ JCI പ്രസിഡന്റ് കൃഷ്ണ ഷൈൻ, സോൺ സെക്രട്ടറി സൂരജ് വേളയിൽ, മുൻ പ്രസിഡന്റുമാരായ അഞ്ജലി മനോജ്, ഗോപകുമാർ, മോഹ്സിൻ പാണ്ഡികശാല, അലൻ ആന്റണി, അഭിലാഷ്, ഷാജി ചാലിശ്ശേരി, ധന്യ ഷൈൻ, സരിത എന്നിവർ സംസാരിച്ചു. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. മുൻ MLAയും സംസ്ഥാന ഹൗസിംഗ് ബോർഡ് മെമ്പറുമായ ഗീതാ ഗോപി തന്റെ നാട്ടികയിലുള്ള വീട്ടിലാണ് ഇത്തവണയും പച്ചക്കറി കൃഷി നടത്തി മികച്ച വിളവ് ലഭിച്ചത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി നടത്തിയത്. ഭർത്താവ് ഗോപി, സുഹൃത്ത് വിശ്വംഭരൻ എന്നിവരാണ് കൃഷിക്ക് ഗീതാ ഗോപിക്ക് സഹായത്തിനായുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലും നാട്ടിക പഴയ കോട്ടൺ മില്ലിന് സമീപമുള്ള തന്റെ വീട്ടിൽ കൃഷി നടത്തിയിരുന്നു. തക്കാളി, പച്ചമുളക്, വഴുതന എന്നിവയാണ് വിളവെടുത്തത്. വിളവെടുത്ത പച്ചക്കറികൾ CPI കിഴക്കുമുറി സെന്റർ വനിതാ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രവർത്തകർക്ക് നൽകി. തന്റെ ജൈവകൃഷി മറ്റുള്ളവർക്കും പ്രചോദനമാവണമെന്നും എല്ലാ വീട്ടിലും ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കണമെന്നും ഗീതാ ഗോപി പറഞ്ഞു. വിശ്വംഭരൻ, ഗോപി എന്നിവർ സംസാരിച്ചു. തീരദേശത്തെ നാട്ടിയുടെ മണ്ണിൽ വിളഞ്ഞ ജൈവ രീതിയിലുള്ള പച്ചക്കറിയാണ് ഇന്ന് ഞാൻ രാവിലെ വിളവെടുത്തത്. വളരെ ഭംഗിയായിട്ട് പഴുത്ത് ജൈവിക രീതിയിലുണ്ടായ ഈ തക്കാളി നമുക്ക് സലാഡിലും നമ്മുടെ കറികൾക്കൊക്കെ ഉപയോഗിക്കാം. എന്തൊക്കെ തന്നെയാലും ഇന്ന് കിട്ടിയത് ഒരു കൊട്ട എനിക്ക് വെയിറ്റ് കൊണ്ട് പിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് വന്നത്. ഇത് ഇത്രയും മാത്രം തക്കാളി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ അപ്പുറത്ത് കൊത്തമരണ്ട്, കുറ്റി വഴുതന ഏകദേശം വിളവെടുക്കാനായിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്കിങ്ങനെ വിളവെടുക്കാൻ ഒരവസരം, സന്ദർഭം, ഇത് ഈ രീതിയിൽ നമുക്ക് സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ സാധ്യമായത് എൻ്റെ ഒപ്പം നിൽക്കുന്ന എൻ്റെ PA മിസ്റ്റർ വിനീതിൻ്റെ അച്ഛൻ വിശ്വംഭരൻ എന്ന് പറയുന്ന സഖാവാണ് നേതൃത്വം കൊടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ടയറിൽ തലകുടുങ്ങി അപകടാവസ്ഥയിലായ പശുവിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. AKTA നാട്ടിക ഏരിയ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.